ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് കൂടുതലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം വാച്ച് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സൊളാനയുടെ പ്രൈസ് ഏകദേശം 264 വരെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 USDക്ക് താഴെ 7 USDക്ക് ഇടയിൽ നിങ്ങൾ സൊളാന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇനി കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യണം, അടുത്ത ആവറേജ് ബൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 USDക്ക് താഴെ വന്നിരുന്നാലും ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊളാനയുടെ പ്രൈസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FTX എക്സ്ചേഞ്ച് കൊളാപ്സ് ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FTX ടീമിനെ പല ഇൻസ്റ്റിറ്റ്യൂഷനും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിലുള്ള സൊളാന ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതനുസരിച്ചിട്ട് അവർ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതനുസരിച്ച് കാണാൻ വേണ്ടി പറ്റും സൊളാനയുടെ പ്രൈസ് ഏകദേശം എത്രമാത്രം വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. അന്ന് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും 14 USDയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ. അതിനേക്കാളും ഡൗൺ ആയ ടൈമൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 USDയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുക, മാർക്കറ്റ് ഇവിടെ സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 257, 264 ആ ഒരു റേഞ്ചിലോട്ട് നമ്മുടെ സൊളാനയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, കാരണം FTXിലുള്ള സൊളാന എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലോട്ട് പോയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അവർ മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കണ്ടോ അവർ മാർക്കറ്റ് നല്ല രീതിയിൽ ഹൈ ആക്കി. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺ വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്ന ടോപ്പ് ആയിട്ടുള്ള പ്രോജക്റ്റ് സൊളാനയായിട്ട് മാറി. ഓക്കെ, അതാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചിന്തിക്കുകയോ അതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാം. നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിപ്റ്റോയിൽ പ്രോഫിറ്റ് എടുക്കില്ല. ഇതെന്തുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇനി 3 പ്രോജക്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ആവുക. ഓക്കെ, ആർബിറ്റർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ഈ ആർബിറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 1 USD റേഞ്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇത് ഒരു 100%, 150% ഡൗൺ ആവുന്ന ടൈം നിങ്ങൾ പാനിക് ആവരുത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് ഞാൻ മുമ്പോട്ട് പറയുന്ന പ്രോജക്റ്റാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഒപ്റ്റിമിസത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2 USD 44 സെൻറ്റാണ്. ഏകദേശം 1 USD റേഞ്ചിലൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. കണ്ടോ, ഇത് അത്ര വലിയ ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടില്ല. മാർക്കറ്റ് ചേഞ്ച് ആവാതെ നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഭാവിയിൽ നല്ല രീതിയിൽ പ്ലേ നടക്കാം. അതനുസരിച്ച് ഹൈയിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റ് പോകാം. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇനി അവലാഞ്ചോ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 5 USD ഒക്കെ താല്പര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവലാഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് പ്രൈസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പലർക്കും ബൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു 3 പ്രോജക്റ്റും വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. പക്ഷേ പ്രൈസ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് അവലാഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിന് പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആർബിട്രം, ഒപ്റ്റിമിസം കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യരുത്. ഓക്കെ, കുറച്ച് ഫണ്ട് മാത്രം യൂസ് ചെയ്യുക. മാക്സിമം 100 അല്ലെങ്കിൽ 200 USD മാത്രം ഒരു കോയിന് സ്പെൻഡ് ചെയ്യുക. അതിനപ്പുറം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ 1000 USD 2000 USD ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നഷ്ടം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള വീഡിയോ ഇതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ഒരു റിസ്ക് എങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാമെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾക്കറിയാം. ടോപ്പായിട്ട് വാച്ച് ലിസ്റ്റിൽ ഞാൻ വെച്ചിട്ട് സ്ഥിരമായിട്ട് പറയുന്ന പ്രോജക്റ്റ്, നല്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പ്രോജക്റ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി XRP ഒക്കെ ഡൗൺ ആകുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം XRPയുടെ പ്രൈസ് വീണ്ടും 1 USD വന്നെന്ന് കരുതുക. XRPയുടെ പ്രൈസ് 1 USD വന്നെന്ന് കരുതുക. അതുപോലെ തന്നെ കാർഡിനാവട്ടെ, ഷിബ ആവട്ടെ, ഇങ്ങനത്തെ പ്രോജക്റ്റ് എല്ലാം ഡൗണിലാകുന്ന ടൈം ആ നല്ല പ്രോജക്റ്റിൽ നിങ്ങൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ആർബിട്രം, അതുപോലെ തന്നെ ഒപ്റ്റിമിസം, പിന്നെ അവലാഞ്ച്, ഈ 3 പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ പോയിട്ട് കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യരുത്. അത് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് സൊളാന ചെയ്ത ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊളാന നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 സൊളാന അല്ലെങ്കിൽ മാക്സിമം ഒരു 50 സൊളാന, ഇതിനപ്പുറം പോണ്ട. ഓക്കെ, ഇതിനകത്ത് മാത്രം നിങ്ങൾ നിൽക്കാൻ വേണ്ടി മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, 50 സൊളാന വരെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാൻ 100 സൊളാന ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, 50 സൊളാന നോക്കുക. 50 സൊളാന ഏകദേശം 250 USD അല്ലെങ്കിൽ 200 USD വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. നല്ല രീതി റിസ്ക് കുറഞ്ഞ് ഈസി ആയിട്ട് പ്രോഫിറ്റ്. ഇതേപോലെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്.
കൂടുതൽ ഫണ്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ആർബിട്രത്തിൻ്റെ പ്രൈസ് $1 ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു $100 വേണമെങ്കിൽ 100 ആർബിട്രം വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം ഇത് ആർബിട്രം എന്ന് പറയുന്നത് ചിലപ്പോൾ $50 അല്ലെങ്കിൽ $10 ആയിരുന്നു പോയാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അവലാഞ്ച് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പകുതി അല്ലെങ്കിൽ ഒന്ന് മാത്രം ബൈ ചെയ്താൽ മതി. ഇപ്പം $40 $41 എന്താണ്, ഇത് പകുതി പ്രൈസിലോട്ട് പോകുന്നതായിരിക്കും. $20 റേഞ്ചിലൊക്കെ വരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണമെങ്കിലും വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇപ്പോഴത്തെ പ്രൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി വേണമെങ്കിലും ബൈ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല പ്രോജക്റ്റ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ഈ 3 പ്രോജക്റ്റിലോട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ 3 പ്രോജക്റ്റ് എന്തുകൊണ്ട് പറയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അടുത്ത സൊളാനയുടെ റേഞ്ചിലോട്ട് മാർക്കറ്റ് ചേഞ്ച് ആവാൻ ഈ 3 പ്രോജക്റ്റിലും സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അവലാഞ്ച് എന്ന് പറയുന്നത് ചിലപ്പം പ്രൈസ് $40 ആണ്, ചിലപ്പോൾ $400-500 ഒക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ ഓപ്റ്റിമിസം ആർബിട്രം എന്ന് പറയുന്നത് നല്ല പ്രോജക്റ്റാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. ഏകദേശം നമ്മുടെ സൊളാനയുടെ അതേ ഒരു റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ $100 ഒക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും റേഞ്ച് ആർബിട്രത്തിൻ്റെ അകത്തുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും അതിൻ്റെ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് മാർക്കറ്റ് അനാലിസിസിലോട്ട് വരാം. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് ഓപ്പൺ ആവുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്രാഷാണ്. ഈ ഒരാഴ്ച ഗോൾഡ് മൊത്തത്തിൽ ക്രാഷ് ആയി കഴിഞ്ഞാൽ ബിറ്റ്കോയിനും അതോടൊപ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് വീഴുന്നതായിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം, വസീറസ് ടോക്കൺ കഴിഞ്ഞ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 0.35 ആണ്. വസീറസ് എക്സ്ചേഞ്ച് ഏകദേശം ഹാക്കുമായി ബന്ധപ്പെട്ട് അവർ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മൊത്തത്തിൽ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. വസീറസ് ടോക്കൻ്റെ ഭൂരിഭാഗവും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും വന്നിട്ട് നഷ്ടക്കച്ചവടത്തിന് നിൽക്കില്ല. അവർ ഉറപ്പായിട്ട് അവരുടേതായ രീതിയിൽ പമ്പ് ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് വസീറസ് എക്സ്ചേഞ്ച് നാളെ പൂട്ടിപ്പോയാൽ പോലും നിങ്ങൾ മൈൻഡ് ചേഞ്ച് ചെയ്യരുത്. വസീറസ് ടോക്കൺ ഡൗൺ ആവുന്നതനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കുക. കാരണം ബൈനാൻസ് എക്സ്ചേഞ്ച് അതനുസരിച്ച് പമ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് വസീറസ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായില്ല, വീണ്ടും വന്നിട്ട് വസീറസ് ടോക്കൺ വന്നിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പലരും കേൾക്കുന്നത്. ഓക്കെ, അതിവിടെയാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. വസീറസ് ടോക്കൺ അല്ലെ വസീറസ് എക്സ്ചേഞ്ച് എന്ത് സംഭവിച്ചിരുന്നാലും കൂടുതൽ ഭാഗം ഇപ്പോഴും നിയന്ത്രിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ചും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ടീമുമാണ്. അവർ ഉറപ്പായിട്ടും പമ്പ് ചെയ്ത് വിടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ സൊളാനയിൽ അന്ന് FTX കൊളാപ്സ് ആയ അതേ സെയിം സ്ട്രാറ്റജി തന്നെ അവരിവിടെ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ 2024 തീരാറായി, വെയിറ്റ് ചെയ്യുക. 2-3 വർഷത്തിനകം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. വസീറസ് എക്സ്ചേഞ്ച് നാളെ കൊളാപ്സായി പോയിരുന്നാലും വസീറസ് ടോക്കൺ ഉറപ്പായിട്ടും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അവർ കറക്റ്റായിട്ട് എത്രയാണെന്ന് പറയുന്നില്ല. നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ട്. അത് ഉറപ്പായിട്ടും അവർ പമ്പ് ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനി 0.24 നിന്ന് 0.10 വന്നിരുന്നാലും വസീറസ് ടോക്കൺ നിങ്ങൾ ബൈ ചെയ്ത് വെക്കുക. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് ഏകദേശം അന്ന് ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 0.35 വരെ വന്നിട്ടുണ്ടായിരുന്നു. 250%, 200% അടുപ്പിച്ച് പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നാലും 2025 മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പല ട്രാപ്പും വരും, ട്രാപ്പിൻ്റെ അകത്ത് പോയി ചാടരുത്. നിങ്ങൾ ചിന്തിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ട്രാപ്പിൻ്റെ അകത്ത് പോകരുത്. പലരും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും സെല്ല് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സെല്ല് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, ആവറേജ് സെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് പ്രോഫിറ്റാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോയിരുന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ചിലരുടെ ഒരു കുഴപ്പം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ബൈ ചെയ്യും. കറക്റ്റായിട്ട് ഏത് പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് ആണെങ്കിലും ബൈ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർഡിനോയുടെ പ്രൈസ്, കാർഡിനോയൊക്കെ ഏകദേശം 0.40 0.30 പലരും വന്നിട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ സെൽ ടാർഗറ്റ് എത്രയാണോ അത് എത്തിയിട്ടായിരിക്കും അവർ സെല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവർ ആവറേജ് സെല്ലായിരിക്കും അവിടെ ചെയ്യുന്നത്. അതനുസരിച്ച് സെൽ ടാർഗറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് മാത്രമായിരിക്കും പ്രോഫിറ്റ് മതി. അതിന് മുകളിലോട്ട് അവർ പോവില്ല, ഫോക്കസ് കൂടുതൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏകദേശം 300% ആയ ടൈം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ആവറേജ് സെല്ലോട്ട് വേണമെങ്കിലും പോകാം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വേറെ ഒരു ട്രാപ്പ്
ഇപ്പം ഡോഗി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോഗി എന്ന് പറയുന്ന 1 USD ആണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലരും മിസ്റ്റേക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗി കറക്റ്റായിട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. 0.06 USD ആണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായിട്ട് അവർ ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വന്നിട്ട് ഡോഗി അവർ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ സെല്ലൊക്കെ ചെയ്യും. ഓക്കെ, ആവറേജ് സെല്ലൊക്കെ ചെയ്തു പോകുന്നു. അവസാനത്തിൻ്റെ സെൽ ടാർഗറ്റ് എത്രയാണ്? 1 USD ആണ്. അവിടെ വന്നിട്ട് മിസ്റ്റേക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 USD സെൽ ഓർഡർ ഇടും, പക്ഷേ ഡോഗി എന്ന് പറയുന്നത് 0.95 അല്ലെങ്കിൽ 0.99 വന്നിട്ട് എന്ത് ചെയ്യും? ഡൗണിലോട്ട് മൊത്തത്തിൽ പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഞാൻ സെൽ ടാർഗറ്റ് 1 USD ആണ് പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 0.90, 0.85, 0.95 ഇങ്ങനത്തെ സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക ലാസ്റ്റ്. ഓക്കെ, അതായത് ഡോഗിയുടെ അവസാനത്തെ നിങ്ങളുടെ സെൽ ഓർഡർ എന്ന് പറയുന്നത് 0.85, 0.90, 0.95, 0.99, അടുത്ത് 1 USD ഇങ്ങനെ സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഒരിക്കലും 1 USD എന്ന രീതിയിലോട്ട് വെക്കരുത്. നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് ട്രാപ്പ് എന്ന രീതിയിലോട്ട് നിങ്ങൾ വീഴും. അതുകൊണ്ടാണ് പറയുന്നത് സെൽ ഓർഡർ നിങ്ങൾക്ക് അത് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കുക.